ഹലോ ഫ്രണ്ട്സ്, അപ്പം നിങ്ങൾ ഫോൺ എടുത്ത് വിളിക്കുമ്പോൾ നമ്മൾ എപ്പോഴും കാണുന്നതാണ് ഗവൺമെൻറ്റിൻ്റെതായിട്ടുള്ള കുറേ സ്റ്റാറ്റ്യൂട്ടറി റെഗുലേറ്ററി റിക്വയർമെൻറ്റ്സ്, മെസ്സേജസ്, ചില സമയത്ത് പരസ്യങ്ങൾ, ചില സമയത്ത് കോളർ ടൂൺസ്, അങ്ങനെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പം നമുക്ക് ഒരാളോട് സംസാരിക്കുമ്പം നമുക്ക് ആ ഒരു പ്രശ്നം വരികയില്ല. നേരെ മറിച്ച് നമുക്ക് ഒരു 2-3 ആൾക്കാരോട് അറ്റ് എ ടൈം പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ഒരു വിവരം അറിയിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ മൊബൈൽ ഫോണിന് പല പരിമിതികളുണ്ട്. ഓഫ്കോഴ്സ് വാട്സാപ്പ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. പക്ഷേ ഈ സംഭവങ്ങളൊക്കെ വാട്സാപ്പിനകത്തും നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഗ്രൂപ്പിനകത്ത് മെസ്സേജ് അയച്ചു കഴിഞ്ഞാലും പലപ്പോഴും പെട്ടെന്ന് നമുക്ക് കിട്ടും. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നിങ്ങളിപ്പോൾ ഒരു വണ്ടി എടുത്ത് നിങ്ങളൊരു ടൂർ പോവുകയാണ്, നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് നിങ്ങൾ നേരെ മറിച്ച് എല്ലാവരെയും ഇപ്പോൾ ആഡ് ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ വണ്ടി ഓടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പലപ്പോഴും ഭയങ്കര ഒരു ടയർസമായി. ഇപ്പോഴും നമ്മൾ ആലോചിച്ചിട്ടുണ്ടാകും ഇതിന് എന്തെങ്കിലും ഒരു ബെറ്റർ ഓപ്ഷൻ ഉണ്ടോ. അപ്പം പലപ്പോഴും ബെറ്റർ ഓപ്ഷനായിട്ട് ഇപ്പോൾ ആൾക്കാർ യൂസ് ചെയ്യുന്നതും ചൂസ് ചെയ്യുന്നതും റേഡിയോസാണ്. റേഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്കി ടോക്കീസ്. അപ്പം ഈ ഒരു വാക്കി ടോക്കി എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രാധാന്യത, അല്ലെങ്കിൽ ഇത് വർഷങ്ങളായിട്ടുള്ളതാണ്. നിങ്ങളിപ്പോൾ ഇത് പോലീസുകാരുടെ കയ്യിൽ കണ്ടിട്ടുണ്ടാകാം, നിങ്ങളിപ്പോൾ ഹോസ്പിറ്റൽസിൽ ചെല്ലുമ്പോൾ സെക്യൂരിറ്റീസ് കയ്യിൽ കണ്ടിട്ടുണ്ടാകും. അപ്പം പലപ്പോഴും പലരും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്, ഓക്കെ, ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ ഇത്രയും പ്രചാരമുള്ള കാലത്ത് വാക്കി ടോക്കി എന്തിനാ ആൾക്കാർ ഉപയോഗിക്കും? വാക്കി ടോക്കി എന്ന് പറയുന്നത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ മൾട്ടിപ്പിൾ ആൾക്കാരുമായിട്ട്, അതായത് ഒരു 6, 7, 8, 10 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പുള്ള ആൾക്കാരുമായിട്ട് നിങ്ങൾക്ക് അറ്റ് എ ടൈം ഇൻസ്റ്റൻറ്റേനിയസ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഏക ഉപകരണം ഇന്നും വാക്കി ടോക്കി. രണ്ടാമത്തേത്, ഇത് വേറെ ഒരു നെറ്റ്വർക്ക്സും യൂസ് ചെയ്യുന്നില്ല. അതായത് നിങ്ങളിപ്പോൾ ഒരു മൊബൈലാണെങ്കിൽ നിങ്ങൾ അതിനകത്തൊന്നും എയർടെല്ലോ BSNL എന്തിൻ്റെങ്കിലും സിം കാർഡ് ഇട്ടെങ്കിലും വർക്ക് ചെയ്യുള്ളൂ. പക്ഷേ വാക്കി ടോക്കീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റാൻഡ് അലോൺ ഡിവൈസാണ്. എന്താണ് വെർട്ടലിൻ്റെ പ്രത്യേകത? നോർമലി നിങ്ങൾക്ക് വാക്കി ടോക്കീസ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ നിന്ന് പെർമിഷൻ എടുക്കണം. ഒന്നുകിൽ നിങ്ങൾ അതിനൊരു ലൈസൻസ് ഫീ കൊടുത്ത് അത് ആനുവലി റിന്യൂ ചെയ്ത് അതൊക്കെ എടുക്കുമ്പോൾ അത്യാവശ്യം നല്ല ചിലവേറിയൊരു പരിപാടിയാണ്. പിന്നുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതൊന്നും നോക്കാതെ യൂസ് ചെയ്യുന്നവരുണ്ട്. നമ്മൾ പലപ്പോഴും പത്രത്തിൽ കണ്ടിട്ടുണ്ട്, ഈ ലൈസൻസ് ഇല്ലാതെ വാക്കി ടോക്കീസ് യൂസ് ചെയ്തതിന് ആൾക്കാരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നതും വളരെ സീരിയസ് ആയിട്ടൊരു ഒഫൻസുമാണ്. ഇത് ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയാണ് വെർട്ടൽ. അപ്പോൾ ഈ വെർട്ടലിൻ്റെ സ്മാർട്ട് ടോക്കി PMR 446 ലൈസൻസ് ഫ്രീ FM ട്രാൻസീവറാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. ഓൾമോസ്റ്റ് 99 ചാനൽസ് ഉണ്ട്. അപ്പോൾ 99 ചാനൽസ് എന്ന് ഉദ്ദേശിക്കുന്നത്, ഇപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു 50 പേര് വർക്ക് ചെയ്യുന്നുണ്ട്, അതിനകത്ത് അല്ലെങ്കിൽ ഒരു 100 പേര് വർക്ക് ചെയ്യുന്നു കൂട്ടിക്കോ. 100 പേര് വർക്ക് ചെയ്യുന്നതിൽ 10 പേർക്ക് ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് ഒരു അഡ്മിനിസ്ട്രേഷനോ, അല്ലെങ്കിൽ അടുത്ത 10 പേര് സെക്യൂരിറ്റിയോ, അല്ലെങ്കിൽ അടുത്ത 10 പേര് മെയിൻ്റനൻസ്, അങ്ങനെ പലപ്പോഴായിട്ടുള്ളപ്പോൾ ഓരോ 10 പേരെ നമ്മൾ ഒരു ചാനലിനകത്താക്കി കഴിഞ്ഞാൽ നമുക്ക് ടോട്ടലി ഈ പറഞ്ഞ പോലെ 99 ചാനൽസ് ഉള്ളത് കൊണ്ട് നമുക്കൊരു 10 ചാനലിനകത്ത് നമുക്ക് ഇവരെ എല്ലാവരെയും ഓർഗനൈസ് ചെയ്ത് ആ ചാനൽസിൻ്റെ റെസ്പെക്റ്റീവ് ആക്ടിവിറ്റീസ് മാത്രമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒത്തിരി ടെക്നിക്കൽ ഡീറ്റെയിൽസിലോട്ട് പോകുന്നില്ല. അപ്പോൾ നമുക്ക് ഈ പ്രോഡക്റ്റ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളെന്നൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, ഇത് PMR ലൈസൻസ് ഫ്രീ വാക്കി ടോക്കിയാണ്. ഇതിൻ്റെ മാക്സിമം MRP പ്രൈസ് വരുന്നത് 8230 ആണ്. നമ്മൾ ഡിവൈസ് തുറക്കുമ്പോൾ നമുക്ക് അവരുടെ കൂട്ടത്തിൽ ഒരു യൂസർ മാനുവൽ കിട്ടുന്നുണ്ട്. അത്യാവശ്യം വളരെ ഡീറ്റെയിൽഡായിട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഒരു സാമാന്യ രീതിയിൽ വലിയ ടെക്നിക്കലി നോഹവൊന്നും ഇല്ലാത്ത ഒരാൾക്കും നമുക്കിതിനെക്കുറിച്ച് എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, എന്താണ് കാര്യങ്ങളെന്നൊക്കെയൊക്കെ ഒരുവിധം വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇവർ ഡിസൈൻ ചെയ്തേക്കുന്നത് വെർട്ടൽ. അതങ്ങോട്ട് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് ക്രാഡിൽ, ഇത് ബേസിക്കലി നമ്മുടെ ചാർജിങ് പോൾ ഡോക്കാണ്. അപ്പോൾ ഇതിനകത്തോട്ടാണ് നമ്മൾ ഈ റേഡിയോ വെക്കുന്നത്. അതിനുശേഷം അതിൻ്റെ അഡാപ്റ്റർ കേബിള്, ഇത് ബെൽറ്റ് ക്ലിപ്പ് എന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ എക്സ്പ്ലനേഷൻ ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് തന്നെ അറിയാം എന്താണെന്നുള്ള. ആൻറ്റിന, അങ്ങനെ നമ്മുടെ ചാർജർ, നമ്മുടെ വാക്കി ടോക്കി. കൂട്ടത്തിൽ ബാറ്ററി, ഒരു ലൈനിയാണ്. അപ്പോൾ ഇതാണ് ബേസിക്കലി ബോക്സിനകത്ത് വരുന്നത്. വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം തൽക്കാലത്തേക്ക്.
സോ കമ്പോണൻസ് എല്ലാം ഓൾറെഡി ഞാൻ 1 by 1 ആയിട്ട് നിങ്ങളെ കാണിച്ചല്ലോ. അപ്പോൾ അടുത്തത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആൻറ്റിന ജസ്റ്റ് നമ്മൾ ഇതേപോലെ അസംബിൾ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ബാറ്ററി ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നു. ബാറ്ററി ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ക്ലിപ്പ് നമ്മൾ ക്ലിക്കായി എന്ന് ഉറപ്പ് വരുത്തുക. ഇൻസ്റ്റലേഷൻ ബെൽ ക്ലിപ്പ് നമ്മൾ ഈ നട്ട് മാറ്റിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ റേഡിയോ ഫുള്ളി അസംബിൾഡ് ആയിട്ടുണ്ട്. അപ്പോൾ ബെൽറ്റിനകത്തൊക്കെ നമുക്ക് ഇതേപോലെ ക്ലിപ്പ് കിട്ടുക, ക്ലിപ്പിനകത്ത് നമ്മൾ ബെൽറ്റിൽ വെക്കുക. അപ്പോൾ ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, അറിയാമല്ലോ. പിന്നെ ഇതാണ് നമ്മുടെ ക്രേഡിൽ. അപ്പം നമ്മൾ യൂസ് ചെയ്തതിന് ശേഷം ചാർജ് ചെയ്യാൻ വെക്കുമ്പോൾ ഇങ്ങനെയാണ് വരിക. അപ്പം ഇവിടെ ഇൻഡിക്കേറ്റർ ലൈറ്റ് ഉണ്ട്. ആ ലൈറ്റിനനുസരിച്ച് നമുക്ക് അതിൻ്റെ ചാർജിങ് സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇതാണ് നമ്മൾ ഫുള്ളി അസംബിൾ ആയിട്ടിരിക്കുന്ന റേഡിയോ. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ലൈനിയുടെ ആവശ്യാനുസരണം നമുക്ക് ആക്ച്വലി ഇവിടെ അത് അറ്റാച്ച് ചെയ്യാം. ലൈനായിട്ട് അറ്റാച്ച് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല. അപ്പോൾ ഇതാണ് റേഡിയോ. അപ്പോൾ റേഡിയോ ബേസിക്കലി വർക്ക് ചെയ്യുന്ന ഒരു 446 to 446.2 മെഗാഹെർട്സ് ഫ്രീക്വൻസിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഓൺ ആക്കുന്ന സ്വിച്ച് ഇതാണ്. ജസ്റ്റ് ഓൺ ആക്കുന്നു. അപ്പോൾ ഇത് ഇൻസ്റ്റൻറ്റേനിയസ് കമ്മ്യൂണിക്കേഷനാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള സംഭവം. ഒത്തിരി ടെക്നിക്കലായിട്ടുള്ള നോഹോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. ഏതൊരു സാധാരണക്കാരനും യൂസ് ചെയ്യാം. നമ്മൾ ഇതിനകത്ത് ഓണാക്കിയതിന് ശേഷം ഏത് ചാനൽ വേണമെന്നുള്ളത് നമുക്കിവിടെ ഡിസ്പ്ലേ ഉണ്ട്. ഈ ഡിസ്പ്ലേക്കകത്ത് നിങ്ങൾ നോക്കി കഴിയുമ്പോൾ നമുക്കിപ്പം ഫോർ എക്സാമ്പിൾ ഒരു ചാനൽ 23 അല്ലെങ്കിൽ ഒരു ചാനൽ 16 അല്ലെങ്കിൽ ഒരു ചാനൽ 10 എന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്യുന്നത് സെലക്ടർ നോബ് ഇതാണ്. വെറുതെ തിരിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് സെലക്ടർ നോബ് കിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ ഇതിനകത്ത് ചാനൽ 9 അല്ലെങ്കിൽ ചാനൽ 8 നമ്മൾ സെറ്റ് ചെയ്തു. സെറ്റ് ചെയ്തതിന് ശേഷം ഇവിടെയുള്ള ഈ PTT സ്വിച്ച് നമ്മളൊന്ന് പ്രസ് ചെയ്യുന്നു, സംസാരിക്കുന്നു. നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ റെഡ് ലൈറ്റ് കത്തും. അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്നത് ട്രാൻസ്മിറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ പ്രസ് ചെയ്യുന്നു, സംസാരിക്കുന്നു, അത്രയേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ മാർക്കറ്റിൽ പലപ്പോഴും ചൈനീസ് ഓൾട്ടർനേറ്റീവ്സ് ഒക്കെ ഇഷ്ടംപോലെ അവൈലബിൾ ആണ്. ഇത് വേറൊരു ടൈപ്പ് ഓഫ് റേഡിയോ ആണ്. പക്ഷേ ഇത് നമ്മൾ കൈവശം വെക്കുന്നതിന് നിയമാനുസൃതമായി ലൈസൻസ് ഉള്ളവർക്ക് മാത്രമേ ഇത് കയ്യിൽ വെക്കാൻ പാടുള്ളൂ. അല്ലാത്ത പക്ഷം അതൊരു ശിക്ഷാർഹമായ കുറ്റമാണ്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഡെമോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഒന്നുകൂടെ നോക്കാം. ഇവിടുന്ന് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ഇപ്പം ഇവിടെ നമുക്ക് റിസീവ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഒരു സിഗ്നലും ഇവിടെ ഈ പച്ച ലൈറ്റും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ജസ്റ്റ് ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി ഒന്ന് കേട്ടോളൂ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഫങ്ഷനിങ്. അപ്പം ഇത് നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. അത് ലൈസൻസ് വേണം. എനിക്കൊരു ലൈസൻസ് ഹോൾഡറാണ്. അപ്പോൾ ഈ റേഡിയോയിൽ ഇതാണ്. അപ്പം ഇതിൻ്റെ ഒരു ആർക്കൊക്കെ ഇത് പ്രയോജനപ്പെടും എന്ന് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ, ഇത് ശരിക്കും നിങ്ങളിപ്പോൾ ഒരു ഫാമിലിയായിട്ട് ഒരു ടൂർ പോവുകയാണ്. നിങ്ങളൊരു 2 or 3 വണ്ടിയിലാണ് പോകുന്നത്. അപ്പം നിങ്ങളുടെ വണ്ടികൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ റിയൽ ടൈമായിട്ട് നടക്കുന്നു. അപ്പം അതിനൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം. അതേപോലെ നിങ്ങളിപ്പോൾ ഒരു ഓഫ് റോഡ് ഇവൻ്റാണ് അല്ലെങ്കിൽ ഒരു ഓഫ് റോഡ് എന്തൂസിയാസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ പോകുന്ന സ്ഥലത്ത് നിങ്ങൾക്കിപ്പം ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ വേണം. അതിന് നമുക്ക് ഈ സംഭവം യൂസ് ചെയ്യാം. നിങ്ങളിപ്പോൾ ഒരു 3 or 4 നിലയുള്ള ഒരു ഹോസ്പിറ്റൽ ബിൽഡിംഗ്, ആ ബിൽഡിങ്ങിനകത്ത് നിങ്ങൾക്ക് എമർജൻസി കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു അത്യാവശ്യമായിട്ടൊരു ഒരു മെസ്സേജ് പാസ് ചെയ്യണം, അവർക്കിത് യൂസ് ചെയ്യാം. അതേപോലെ ഹോട്ടലുകൾ, അവിടെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതേപോലെ ഈ ഫിഷിംഗ് വെസലുകളുണ്ട്. ഇപ്പം ബേസിക്കലി വള്ളങ്ങൾ തമ്മിലുള്ള ഇൻ്റർ കമ്മ്യൂണിക്കേഷനും നമുക്കിത് യൂസ് ചെയ്യാം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്.
അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം മഴയൊക്കെ നനഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, കാര്യങ്ങളൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്യും. ഓക്കെ, അപ്പം ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ. ഈ പ്രോഡക്റ്റ് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളൊരു ഉദ്ദേശമായിരുന്നു. അപ്പം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എനിവേ താങ്ക് യു ഫോർ യുവർ ടൈം.